ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി സെൽഫിൽ സ്റ്റാർട്ട് ആവാനാണ് ബുദ്ധിമുട്ടുള്ളൂ. കിക്കർ അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആയിരുന്നു. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ ഉണ്ടോ. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ. ആമറോയുടെ ബാറ്ററിയാണ്, പക്ഷേ ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ്. നമുക്ക് നോക്കുമ്പോൾ 12.80 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ടിലേക്കൊക്കെ പോവാം. 5 വോൾട്ട് 4.9 വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻറ്റാണ്, മാറ്റേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 പോയിൻറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. 5 വോൾട്ട് വരെ താഴേക്ക് പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിയുടെ എമൗണ്ട് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിനകത്തേക്ക് ഇട്ടേക്കാം. എസ്റ്റിമേറ്റ് ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ നിലവിൽ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ടയർ മോശമാണ്. കാരണം എയർ തീരെ കുറവായിരുന്നു. വണ്ടി ഹാൻഡിലൊക്കെ നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എയർ അടിച്ചിട്ടുണ്ട്, പക്ഷേ ടയർ ഫുള്ള് പോയേക്കണാണ്. ഈ സൈഡിൽ നിന്ന് ഒട്ടും കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. തൽക്കാലം ഇപ്പോൾ ഞാൻ എയർ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും എയർ കുറയാണെങ്കിൽ ടയർ മാറ്റി കളയാനാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഏതായാലും അത് തീർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 90% കഴിയാനാണ്. അപ്പോൾ ഞാൻ ബാറ്ററിയുടെയും അതിൻ്റെ സർവീസ് ചാർജ് അടക്കമുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.